സെപ്റ്റംബർ മാസം തമിഴിൽ നിന്ന് വൻ ക്ലാഷ് റിലീസുകൾ വരുന്നു. കാർത്തി ചിത്രമായ മെയ് അഴകൻ എന്ന സിനിമ സെപ്റ്റംബർ 27-നാണ് ഇപ്പോൾ റിലീസെല്ലാം കൺഫേം ആക്കിയിട്ടുള്ളത്. ഈ സിനിമ കൂടാതെ ഇപ്പോൾ ജയം രവിയുടെ ബ്രദർ എന്ന സിനിമയും കവിൻ്റെ ബ്ലഡി ബഗർ എന്ന സിനിമയും ആ ഡേറ്റിന് ക്ലാഷ് റിലീസായി വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിനിമകളുടെ എല്ലാം ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. മമ്മൂട്ടി ചിത്രമായ ടർബോ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഇപ്പോഴത്തെ വേൾഡ് വൈഡായി 73 കോടിയോളം നേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ വൈശാഖ് തന്നെ ഇപ്പോൾ അത് കൺഫേം ആക്കിയിട്ടുണ്ട്. സിനിമയുടെ ആകെ ഷൂട്ടിങ്ങിന് ഇപ്പോൾ വന്നിരിക്കുന്നത് 23.5 കോടിയോളമാണെന്നും അതിൽ മമ്മൂട്ടിയുടെ സാലറിയും സിനിമയുടെ പ്രൊമോഷൻ വർക്കും കൂട്ടാതെയാണ് ഈ സിനിമയ്ക്ക് ആ ചെലവ് എന്നാണ് ഇപ്പോൾ വൈശാഖ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരു 30-35 കോടിയുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമ ഹിറ്റായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഡയറക്ടർ ചിദംബരത്തിൻ്റെ ഒരു ബോളിവുഡ് മൂവി വരുന്നെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു തെലുങ്ക് സിനിമ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണെന്നാണ് പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. ധനുഷ് നായകനാവുന്ന അടുത്ത ഹിന്ദി സിനിമയാണല്ലോ തേരെ ഇഷ്ക് മെയിൻ എന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഒക്ടോബറിൽ ആരംഭിക്കുന്നു. വാരണാസിയിലായിരിക്കും സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുക. സിനിമയിൽ നായികയെത്തുന്നത് ബോളിവുഡ് ആക്ട്രസ്സായ തൃപ്തി ദിമ്രിയും കൂടിയാണ്. ഈ സിനിമ ഒരു എയർഫോഴ്സിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരു ലവ് സ്റ്റോറി സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സൂര്യ ചിത്രം കങ്കുവ സിനിമയുടെ പാച്ച് വർക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 3-4 ദിവസത്തോളം സിനിമയുടെ പാച്ച് വർക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടായ കങ്കുവ 2ലേക്കുള്ള ഒരു ലീഡായിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. എന്തായാലും സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ ജൂലൈ 23 എന്തായാലും വരുന്നുണ്ട്. എന്തായാലും ഗംഭീര സോങ് ആകുമെന്ന് പ്രതീക്ഷിക്കുക. കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ് സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഏറെക്കുറെ കംപ്ലീറ്റ് ആവാനായി എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇനി സിനിമയുടെ ആകെ ഷൂട്ട് വരുന്നത് 25 ദിവസത്തോളമായിരിക്കും. സിനിമയുടെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആവുക ഓഗസ്റ്റ് അവസാനവും കൂടിയായിരിക്കും. സിനിമയുടെ റിലീസെല്ലാം ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി പൊങ്കൽ റിലീസായി പ്രതീക്ഷിക്കാം. PT സാർ എന്ന സിനിമയ്ക്ക് ശേഷം ഹിപ്പ് ഹോപ്പ് തമിഴ് നായകനാവുന്ന അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കടൈസി ഉലകപ്പൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നതും ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെയാണ്. സിനിമയ്ക്ക് കഥയൊരുക്കുന്നതും അതുപോലെ സിനിമ നിർമ്മിക്കുന്നതും സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നതും ഹിപ്പ് ഹോപ്പ് തമിഴ് തന്നെയാണ്. മീശമുറുക്ക് എന്ന സിനിമയ്ക്ക് ശേഷം ഹിപ്പ് ഹോപ്പ് തമിഴുടെ സംവിധാനത്തിൽ വരുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. എന്തായാലും ഒരു മികച്ച ചിത്രമാകുമെന്ന് പ്രതീക്ഷിക്കാം. സൂര്യനാനയ്ക്ക് മഫ്തി എന്ന സിനിമയുടെ സംവിധായകനായി നർത്തൻ്റെ ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഒരു പക്ഷേ KVN പ്രൊഡക്ഷൻസ് ആയിരിക്കും നിർമ്മിക്കുക. എന്തായാലും ഒരു പക്ഷേ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി ഒരു പക്ഷേ പ്രതീക്ഷിക്കാം. മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ വാഴ എന്ന ചിത്രം. സിനിമയുടെ റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 23-നായിരിക്കും ഈ സിനിമ റിലീസിനെത്തുക. ഈ സിനിമ കുറച്ച് കുട്ടികളുടെ കഥ പറയുന്ന ഒരു ഇൻറ്റൻസ് ഡ്രാമ സിനിമയും കൂടിയാണ്. സിനിമയിൽ ഇപ്പോൾ ഒരു പ്രധാന വേഷത്തിൽ നിഖില വിമലും എത്തുന്നുണ്ട്. സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത് സന്തോഷ് നാരായണനും കൂടി.